പ്രിയമുള്ളവരെ, ഷാലോം ടി വിയിലെ തണൽ മരങ്ങൾ എന്ന പ്രോഗ്രാമിലൂടെ ധാരാളം വ്യക്തികളെ നമ്മൾ പരിചയപ്പെട്ടു. വിവിധ ജീവിതാന്തസ്സിലുള്ളവരെ വിവിധ തരത്തിൽ ദൈവത്തിൻ്റെ സ്പർശനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അത് സമൂഹത്തിന് കാരുണ്യമായും സമൂഹത്തിന് തണലായും മാറിയ വ്യക്തികൾ. ഇന്ന് നമ്മൾ ഈ തണൽ മരങ്ങൾ എന്ന പ്രോഗ്രാമിൽ എറണാകുളം ജില്ലയിലെ കരുവേലിപ്പടിയിലുള്ള സജി എന്ന സഹോദരനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹാർട്ട് ബീറ്റ്സ് എന്ന് പറയുന്ന ഒരു വലിയ ഏതാണ്ട് 120-ലേറെ പേർ വരുന്ന ഒരു പ്രേക്ഷിത സംഘത്തെയാണ് കർത്താവ് അദ്ദേഹത്തിലൂടെ രൂപപ്പെടുത്തിയത്. അവർക്കുണ്ടായ അനുഭവങ്ങൾ അവരെ അനേകം പേർക്ക് സഹായമായി മാറുന്നു. ചികിത്സയ്ക്ക്, അതുപോലെ തന്നെ ഭവനമില്ലാത്തവർക്ക്, മറ്റ് പല രീതിയിലും അവരുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന ആ അനുഭവം ഈ 120 പേരെ കൂട്ടിയിണക്കി കൊണ്ടുപോകാൻ ഹാർട്ട് ബീറ്റ്സിൻ്റെ പല പ്രവർത്തനങ്ങളും നമുക്ക് ശ്രമിക്കാം. അതിനായിട്ട് നമുക്ക് കരുവേലിപ്പടിയിലെ സജിയെ നമുക്ക് കേൾക്കാം. എല്ലാവരെയും അതിനുവേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. സുവിശേഷത്തിന്റെ പ്രകാശം ഹൃദയത്തിൽ വഹിച്ച് അനേകർക്ക് കാരുണ്യമേകുന്ന ജീവിതങ്ങളെ ഇവിടെ നാം അടുത്തറിയുന്നു. അതെ, തണൽ മരങ്ങൾ ഇപ്രകാരമാണ്. വേദനിക്കുന്ന സഹജീവികൾക്ക് തണലൊരുക്കുന്നു, ആശ്രയമേകുന്നു. ഇത് ഹാർട്ട് ബീറ്റ്സ് എന്ന ഒരു സ്നേഹക്കൂട്ടായ്മ. കൊച്ചിയിലെ തോപ്പുംപടിയിൽ മരപ്പണിക്കാരായ കുറച്ച് തൊഴിലാളികൾ ഒത്തുചേർന്ന് ഈ നാട്ടിലെ വേദനിക്കുന്നവർക്കും രോഗികൾക്കും ആലംബഹീനർക്കും ആശ്രയമേകുന്ന നിരവധി പ്രവർത്തനങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നു. ക്രിസ്തു സ്നേഹത്തിന്റെ വാഹകരായി ഈ തൊഴിലാളി കൂട്ടായ്മ നിർവഹിക്കുന്ന സ്നേഹ ശുശ്രൂഷകളെക്കുറിച്ച് ഇതിന്റെ മുഖ്യ സംഘാടകനും കരുവേലിപ്പടിയിലെ വ്യാപാരിയുമായ സജി ജോസ് നമ്മോട് പങ്കുവയ്ക്കുന്നു. ഷാലോമിലെ തണൽ മരങ്ങൾ എന്ന പ്രോഗ്രാം കണ്ടിട്ടുണ്ടാവും അല്ലേ? അതെ. തണൽ മരങ്ങൾ എന്ന പ്രോഗ്രാമിലൂടെ ധാരാളം മനുഷ്യർ ഇപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം സഭയിൽ ഈ അൽമയരുടെ പ്രേക്ഷിത ചൈതന്യം ഉണർന്നതും അൽമയരാൽ ധാരാളം സേവന രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരള സഭയിൽ പ്രത്യേകിച്ച് ചിലർക്ക് പരിശുദ്ധ അൽമയുടെ വരദാനങ്ങളാകാം, മറ്റു ചിലർക്കാകട്ടെ ആദര ശുശ്രൂഷയാകാം, ചിലർക്ക് കാരുണ്യ പ്രവർത്തികളാകാം, ചിലർ തങ്ങളെ തന്നെ ദൈവരാജ്യത്തിന് വേണ്ടി മാറ്റിവെച്ച് മറ്റു മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുന്നതാകാം. ഇങ്ങനെയുള്ള ഓരോ ഏത് ജീവിതാന്തസ്സിലുള്ളവരിലും പ്രത്യേകിച്ച് സമർപ്പിത ജീവിതക്കാരെ ഒക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് സജിയെയാണ് ഞങ്ങൾക്ക് കർത്താവ് തന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഷാലോം പ്രേക്ഷകരോട് സജിയുടെ ജീവിതത്തിലെ ഇപ്പം നടക്കുന്ന ചില ആതുര ശുശ്രൂഷകൾ എങ്ങനെയാണ് ഇത് ആരംഭിച്ചതും എന്നൊക്കെയാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. സജിയെ കണ്ടുമുട്ടിയതിലേറെ സന്തോഷമുണ്ട്. ഈ തണൽ മരങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇപ്പോഴായിരിക്കട്ടെ. അപ്പോൾ ഈ മിക്കവാറും ആൾക്കാരിലെ ഇങ്ങനെയുള്ള ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകൾ പലപ്പോഴും ഈ സന്നിവേശിത വരപ്രസാദം എന്ന് പറഞ്ഞതുകൊണ്ട്, അതായത് ഇൻഫ്യൂസ്ഡ് കാരിസം എന്ന് പറയുന്നത് ചിലപ്പോൾ മാതാപിതാക്കളിൽ വിളങ്ങിയിരുന്നൊരു ഗുണങ്ങളായിരിക്കാം, മാതാപിതാക്കളുടെ ജീവിത ശൈലിയാകാം. അങ്ങനെ എന്തെങ്കിലും സജിയുടെ ജീവിതത്തിൽ കാരണമായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മാതാപിതാക്കളെയും സഹോദരങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ആരംഭിക്കാം. ആദ്യം എൻ്റെ കുടുംബത്തെ പറയാം. അതായത് ഇപ്പം നിലവിലുള്ളത് എൻ്റെ ഒരു ഭാര്യ, 2 പിള്ളേർ. ഒരാൾ +2 പഠിക്കുന്നു, ഒരാൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എനിക്ക് അപ്പച്ചനും അമ്മച്ചിയും ഇപ്പോഴില്ല. ഒരാൾ മരിച്ചിട്ട് ഇപ്പോൾ 2 കൊല്ലം, ഒരാൾ മരിച്ചിട്ട് 1 കൊല്ലം. ഞാൻ വളർന്നത് ഒരു സാധാരണ ഒരു കുടുംബത്തിൽ നിന്നാണ്. ഒരു ആവശ്യത്തിന് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ജീവിച്ചൊരു കുടുംബമാണ്. അപ്പച്ചൻ ഇപ്പോൾ നല്ല രീതിയിലൊരു ബിസിനസ്സുണ്ട്. എൻ്റെ ബിസിനസ് എന്ന് വെച്ചാൽ പ്ലൈവുഡും ഗ്ലാസിൻ്റെ ഒക്കെ ഒരു ഷോപ്പാണ്. അപ്പച്ചനായിട്ട് തുടങ്ങിയത് ഏകദേശം 43 കൊല്ലമായി നമ്മൾ ഷോപ്പ് തുടങ്ങിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് അമ്മച്ചിയാണെങ്കിൽ എന്താ പറയുക, പ്രാർത്ഥനയും കാര്യങ്ങളും. അതിന് മുന്നായിട്ടൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ചേട്ടൻ, ഞാൻ 2 മക്കളായിരുന്നു. എൻ്റെ കുഞ്ഞിൽ ചേട്ടന് 10 വയസ്സുള്ളപ്പോൾ ചേട്ടൻ മരിച്ചു. ലൈക്ക് ബ്രെയിൻ ട്യൂമറായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഒറ്റപ്പെട്ട വേറെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ കൂടെ ആ ഒരു ജീവിതമായിരുന്നു. അവരുടെ ഒന്നുമില്ലായ്മ സമയത്താണെങ്കിലും ഈ അമ്മച്ചിയുടെ ഒരു എന്താ പറയുക, അമ്മച്ചിയുടെ ഒരു മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാനായിട്ടുള്ളൊരു മനസ്സുണ്ടായി. എന്നുവെച്ചാൽ ഇല്ലായ്മ എന്ന് കൊടുക്കാൻ,
അത് എൻ്റെ ജീവിതത്തിൽ കുറച്ചൊക്കെ വന്നിട്ടുണ്ടാകണം. ദൈവം കൊടുത്തിട്ടുണ്ട്, ഒരു ദൈവത്തിന് പരിശുദ്ധന്മാവും കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അതായിരിക്കണം നമ്മൾ ഈ ഒരു രീതിയിലേക്ക് ചിന്തിക്കാനുള്ള ഒരു കാര്യങ്ങൾ. ഇപ്പോഴ് ഈ വാസ്തവത്തിൽ ഇങ്ങനെ കാർപ്പൻറ്റേഴ്സ് ആയിട്ടുള്ള കുറേ പേര്, അവരാണല്ലോ നിങ്ങളുടെ കൂട്ടായ്മ. ഇതിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്നും അതിന് കാരണമായ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് പറയാമോ? ഇത് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് തന്നെ പറയാൻ പറ്റുള്ള കാര്യങ്ങളൊക്കെ. അത് ആദ്യം ഇങ്ങനെ അപ്പച്ചൻ ഞാൻ പറഞ്ഞല്ലോ 2 കൊല്ലത്തിന് മുമ്പ് അപ്പച്ചൻ മരിച്ചു. അപ്പച്ചൻ ശരിക്കും പറഞ്ഞാൽ അപ്പച്ചന് ഡയാലിസിസ് ആയിരുന്നു. ഡയാലിസിസ് പേഷ്യൻ്റാണ്. ഒരു 4-5 കൊല്ലത്തോളം ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ എല്ലാ ദിവസം ആഴ്ചയിൽ 2 പ്രാവശ്യം ഡയാലിസിന് പോകണം. അപ്പോൾ വെളുപ്പിന് പോവും, 4 മണിക്ക് പോവും. അങ്ങനെ കടയിൽ തിരിച്ചെത്തണം, വേറെ എൻ്റെ ആരുമില്ല സപ്പോർട്ടിനുള്ളത്. അപ്പോൾ കാരണം വെളുപ്പിന് 4 മണിക്ക് പോയിട്ട് ഞാൻ 9-9:30 ആകുമ്പോൾ വീട്ടിലെത്തും. അങ്ങനെ നിത്യമായിട്ട് ആഴ്ചയിൽ 2 പ്രാവശ്യം പോയിക്കൊണ്ടിരിക്കും. അവിടെ ചെന്ന് നമ്മൾ കുറച്ചും കൂടി എന്താ വെച്ചാൽ, നമ്മൾ ഡയാലിസിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് നിർദ്ധരായിട്ടുള്ളതെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത ആൾക്കാരെ വരെ നമ്മൾ അതിൽ കാണും. വെച്ചാൽ അവർക്ക് ഒരു ദിവസം ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു രാഷ്ട്രീയ ഡയാലിസിന് ചെയ്യാനുള്ള സാമ്പത്തികം ഇല്ല, ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോകാനുള്ള പൈസയില്ല. അപ്പം അന്ന് തുടങ്ങി എന്തെങ്കിലും എൻ്റെ കയ്യിൽ കൊള്ളുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അവർക്ക് ചെറുത്ത രീതിയിലൊക്കെ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ അതൊരു വേറെ ഒന്നുമല്ല, എൻ്റെ അപ്പനും അമ്മയും തന്നവർ കാണിച്ചൊരു ഇതായിരിക്കണം. പക്ഷെ അവർക്ക് നമ്മുടെ ഉള്ളിലുണ്ടായി ആ ഒരു പിന്നെ രീതികളിൽ അങ്ങോട്ട്. പിന്നെ ഒരു 4-5 കൊല്ലമായിട്ട് അപ്പച്ചൻ്റെ രീതിയിൽ പിന്നെ അതൊരു രീതിയിൽ നമ്മൾ കുറേ നാളായിട്ട് അങ്ങനെ എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ കൊടുക്കുമായിരുന്നു. അപ്പച്ചൻ മരിച്ചു ഒരു പെട്ടെന്ന് പോയി കഴിഞ്ഞ കൊറോണ സമയത്തായിരുന്നു. അത് ഭയങ്കര ഒരു ഫീലായിപ്പോയി. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അപ്പനും അമ്മയും അത്രയ്ക്കും വലുതായിരുന്നു. ജീവിതത്തിൽ അത്രയ്ക്കും എനിക്ക് സന്തോഷം അവരിൽ നിന്നേ കിട്ടിയിട്ടുള്ളൂ. അവരെ എനിക്ക് ഉണ്ടാകുന്നുള്ളൂ എല്ലാ കാര്യത്തിലും. അതുപോലെ അങ്ങാടും ഇങ്ങാടും തന്നെയായിരുന്നു ഓരോ കാര്യങ്ങൾ പറയാനും. പിന്നെ അവരുടെ മരണാനന്തരം ഈ ശുശ്രൂഷ ആരംഭിക്കാനുള്ള കാരണം എന്തായിരുന്നു? അത് അപ്പച്ചൻ മരിച്ചു ഏകദേശം 10 മാസം കഴിഞ്ഞപ്പോൾ അമ്മച്ചിയും പോയി പെട്ടെന്ന്. അപ്പോൾ ഈ 2 മരണം ഭയങ്കര ഒരു ഫീലായിരുന്നു എനിക്ക്. പക്ഷേ ഇതിനുള്ളിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമായിരുന്നു, എന്തെങ്കിലും ആരെങ്കിലും. ഇപ്പം ഞാനത് അപ്പച്ചൻ്റെ മരണം കഴിഞ്ഞാലും ഞാനിപ്പോൾ 4-5 കൊല്ലമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ കാണുമ്പോൾ അവിടെയുള്ള കുറേ ആൾക്കാരായിട്ട് ഒരു ബന്ധങ്ങളായി എനിക്കവിടെ ശരിക്കും പറയാം. അപ്പോൾ അങ്ങനെയും ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇതിൽ കൊടുക്കും. പക്ഷേ ആ മനസ്സിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്കിത് പ്രവർത്തിക്കാനുള്ള ആഗ്രഹമല്ല. നമ്മൾ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും, അവർക്ക് നിർദ്ധരായിട്ട് രോഗികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കഴിയുന്ന രീതിയിൽ കൊടുക്കാവുന്ന രീതിയിൽ നമ്മളത് തുടങ്ങി. അത് തമ്പുരാൻ്റെ വലിയകാട്ട കാരണമനുസരിച്ച് ഒരു ദിവസം എനിക്കൊരു ഗ്രൂപ്പുണ്ട്. അതായത് നമുക്ക് ഈ കടക്ക് ഞാൻ എൻ്റെ ഷോപ്പിൻ്റെ പേരിലൊരു ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അത് കുറേ മരപ്പണിക്കാരൊരു കൂട്ടായ്മ, മരപ്പണിക്കാരും കോൺട്രാക്ടർമാരും ഇൻറ്റീരിയേഴ്സും കൂടെ ഒരു കൂട്ടായ്മയാണത്. അപ്പോൾ അതിൽ ചുമ്മാ എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അവരോട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഇട്ട് വെച്ചതാണ് അത്. അപ്പോൾ അതിലേക്ക് ഇതുപോലെ ഒരു കുമ്പളങ്ങിയിൽ നിന്നൊരു കേസ് വന്നു. കുമ്പളങ്ങിയിൽ നിന്ന് എന്നോട് ഒരു മരപ്പണിക്കാരൻ ചേട്ടനെ വിളിച്ചിട്ടും പറഞ്ഞു, സജി ഇങ്ങനെ ഒരു മരപ്പണിക്കാരൻ്റെ മകൾക്ക് അങ്ങനെ സ്പൈനൽ കോഡിൽ ബൾജിങ് ഉണ്ട്, അത് ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും സജിനാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ കഴിയുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ തരാം. അപ്പോൾ തരാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ഒരു മറുപടി ഇങ്ങോട്ട് വന്നു. മറുപടി എന്ന് വെച്ചാൽ സജിക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അത് നമ്മളൊരു മരപ്പണിക്കാരുടെ ഒരു കൂട്ടായ്മയല്ലേ? ഞാൻ പറഞ്ഞ കൂട്ടായ്മയല്ല, നമ്മുടെ ഒരു ഗ്രൂപ്പാണ്, ഞാൻ ചെയ്തിട്ടില്ല, എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ സജിക്കൊന്ന് വോയിസ് ഇടാൻ പറ്റൂലേ എന്ന് വെച്ചു. ഈ സംഭവം ഒന്ന് വോയിസ് ഇടാൻ പറ്റുമെന്ന് വെച്ചു. ഞാനതിട്ടു. ഏകദേശം നല്ലൊരു റിപ്ലൈ എന്ന് പറയുമ്പോൾ ഒരാഴ്ച പിടിച്ചു അതിൻ്റെ പ്രതികരണങ്ങൾ വരാൻ പോയപ്പോൾ. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് പിറ്റത്തെ ആഴ്ചയിൽ നമ്മുടെ മരപ്പണിക്കാരുടെ ഒരു കൂട്ടായ്മയായിട്ട് പല രീതിയിൽ നിന്ന് പലയിടത്തുനിന്നും ഏകദേശം ആ കൊച്ചിന് വേണ്ടിയിട്ട് എനിക്ക് 17,500 രൂപ കൊണ്ടേ കൊടുക്കാൻ പറ്റി. അത് തന്നെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമ്മൾ ഒരു ഗ്രൂപ്പിൻ്റെ തുടക്കമെന്ന് പറയാം അതിൽ. അപ്പം നിങ്ങളുടെ ഈ ഗ്രൂപ്പിൻ്റെ പ്രാരംഭം അതാണ്? അതെ അതെ. എന്താ പറയുക, ദൈവത്തിൻ്റെ അവിടെ നിന്നുള്ളൊരു മാറ്റങ്ങളാണ് നമ്മൾ ഈ ഗ്രൂപ്പിലേക്ക് വന്നിട്ടിരിക്കുന്നത്.
ഇപ്പം നമ്മൾ ആ ഗ്രൂപ്പ്, ഇപ്പം എൻ്റെ ഗ്രൂപ്പ് അല്ലാണ്ട് ഇപ്പം മരപ്പണിക്കാരൊരു ഗ്രൂപ്പായിട്ട് മാറി. ആ ഗ്രൂപ്പാണ് ഇപ്പോൾ ഹാർട്ട് ബീറ്റ്. അത് ഇപ്പോൾ ഒരു കൊല്ലമായി പല രീതിയിൽ ഒരു ബിരിയാണി ചലഞ്ച് വെച്ചു. ഏകദേശം ഒരു 17-18 പേര് ആൾക്കാർക്ക് നമുക്ക് സഹായിക്കാൻ പറ്റി. അത് തന്നെ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹം. ഇത് എന്താ പറയുക, നമ്മൾ കൊണ്ടേ ഓരോ പാവപ്പെട്ട അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടേ കൊടുക്കുമ്പോഴും നമ്മളത് ഭയങ്കര ഒരു ഫീലാണ് നമ്മൾ കാരണം മനസ്സിൽ. ഒരു ഇതുപോലെ തന്നെ നമ്മളൊരു കേസ് മെഡിക്കൽ ടെസ്റ്റിൽ കൊണ്ടേ കൊടുത്തു. ചെറിയൊരു എമൗണ്ടേ ഉള്ളൂ. പക്ഷേ ആ ഒരു അമ്മച്ചിയുടെ കരച്ചിൽ നമ്മൾ കണ്ടപ്പോഴേ നമ്മൾ കൊണ്ടേ കൊടുത്ത്. നമ്മളൊരു കുറേ മരപ്പണിക്കാരെ കൂട്ടായ്മയായിട്ട് കുറച്ച് പേരായിട്ടാണ് മെഡിക്കൽ ടെസ്റ്റിൽ ഹോസ്പിറ്റലിൽ ചെന്നത്. അപ്പോൾ ഒരു മോന് വേണ്ടിയിട്ടായിരുന്നു. മോൻ മെഡിക്കൽ ടെസ്റ്റിൽ ICU കിടക്കണം. അപ്പോൾ അമ്മച്ചി താഴ്ത്ത് വന്നു. അപ്പോൾ ഈ കൊറോണ സമയത്തൊന്നും ആളെ കയറ്റില്ല. ഞങ്ങൾ താഴ്ത്ത് വന്നു, സംസാരിച്ചു, പൈസ കൊടുത്തു. പൈസ കൊടുത്തപ്പോൾ അമ്മച്ചിയുടെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീര് കണ്ടാൽ മതി, ഇനി ഒരു മനുഷ്യനും കൊടുക്കാണ്ടിരിക്കില്ല. അത്രയ്ക്കും വലിയൊരു വെച്ചാൽ അവരത്രയ്ക്ക് അനുഗ്രഹിച്ചിട്ടാണ് ഞങ്ങളെ വിട്ടത്. ഇതിൽ കൂടുതൽ ദൈവത്തിന് തരാനൊന്നുമില്ല നമുക്ക്. ആ ഒരു കൂട്ടായ്മയുടെ ബലമാണ് ആ ഒരു സംഭവത്തിൻ്റെ ബലമാണ് ഇപ്പോഴിതിങ്ങനെ വളരെ. അതെ അതെ. മരപ്പണിക്കാരായ തൊഴിലാളികൾ ഒത്തുചേർന്നുള്ള ഒരു കാരുണ്യ കൂട്ടായ്മ. ഹാർട്ട് ബീറ്റ്സ് എന്ന പേരുപോലെ വേദനിക്കുന്നവരുടെ ഹൃദയത്തുടിപ്പുകൾ തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാർ. തങ്ങളുടെ ചെറിയ വരുമാനത്തിന്റെ പങ്ക് സുവിശേഷാത്മകമായി സഹജീവികൾക്കായി പങ്കുവച്ച് ഈ നാട്ടിൽ ഇവർ കാരുണ്യത്തിന്റെ സുഗന്ധമാകുന്നു. രോഗികൾക്കും ആലംബഹീനർക്കും ഇവർ ആശ്രയമേകുന്നു. ഓരോ അംഗങ്ങളുടെയും ഭവനങ്ങളിൽ ഒത്തുചേർന്ന് പ്രാർത്ഥനയോടെ ഇവർ പങ്കുവച്ച് ഈ ശുശ്രൂഷ ഭംഗിയായി നിർവഹിക്കുന്നു. ഒരു കുടുംബനാഥൻ ഒരു അസുഖം വന്ന് തളർന്നു പോകുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് നേരിട്ട് കണ്ടാണ്. ആ അവസ്ഥ കണ്ട് ഞങ്ങൾ അവിടെ പോവുകയും അവിടെ അവരുടെ വിഷമതകൾ കണ്ട് അവരുടെ ചികിത്സ ഇതിനു വേണ്ടിയിട്ട് ആദ്യം ഞങ്ങൾ 15,000 രൂപ കൊടുക്കുകയും പിന്നീട് 2 പ്രാവശ്യം ആ കുടുംബത്തെ സഹായിക്കുകയും ചെയ്തു. അതിൽ തുടങ്ങിയാണ് ആ ഒരു ചികിത്സയിൽ തുടങ്ങി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് വെച്ചത്. പിന്നീട് ഞങ്ങളെ പ്രവർത്തനങ്ങളൊക്കെ എല്ലാവരും വഴി അറിഞ്ഞു വന്നതോടുകൂടി ഒരുപാട് അപേക്ഷകൾ വരാൻ തുടങ്ങി. ആ അപേക്ഷകൾ വന്നപ്പോൾ ഞങ്ങളാകെ ചുരുക്കം 120 പേരോളം ഉണ്ടെങ്കിലും കുറച്ച് പേര് മാത്രമേ അതിൻ്റെ അകത്ത് അപ്പുറമായിട്ട് 200 വെച്ചിട്ട് ഞങ്ങൾ ഓരോ നടത്തിക്കൊണ്ടു വെച്ചു. ചികിത്സ ഇത് ഒരുപാട് ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ അംഗങ്ങളെല്ലാം കൂടി തീരുമാനമെടുത്തു, നമുക്കിത് മുന്നോട്ട് പോകണമെങ്കിൽ നല്ലൊരു പദ്ധതി വേണം. അങ്ങനെയാണ് ഞങ്ങൾ ബിരിയാണി ചലഞ്ചിനെ കുറിച്ച് ചിന്തിച്ചത്. അതിലൂടെ സ്വരൂപിക്കുന്ന പണം കൊണ്ട് അനേക ചികിത്സ ചിലർക്ക് നമുക്ക് സഹായിക്കാനായിട്ട് പറ്റും, ഒരുപാട് കണ്ണീരൊപ്പാൻ പറ്റും. അങ്ങനെ ആ ബിരിയാണി ചലഞ്ച് തീരുമാനിച്ചു. അത് ദൈവത്തിൻ്റെ ഒരുപാട് ഇടപെടൽ കൊണ്ട് വൻ വിജയമാകുകയും അതിൻ്റെ ഫണ്ടുകൾ കൊണ്ട് ഞങ്ങൾ ഒരുപാട് 15 പേരോളം സഹായിക്കും, ഏതാണ്ട് 2 ലക്ഷം രൂപയോളം സഹായിക്കാനായിട്ടൊക്കെ പറ്റി. ഇതിൽ അംഗമായത് തന്നെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. നമ്മൾ എളിമയും സ്നേഹവും എന്തെന്നും ഈ സംഘടന വഴി പഠിക്കാനായിട്ട് പറ്റി. അത്രയ്ക്ക് ഐക്യമാണ്. എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ പ്രസിഡൻ്റ് ആണെങ്കിലും സെക്രട്ടറി ആരാണെങ്കിലും ഞങ്ങൾ ഓരോ കാര്യം പറയുമ്പോൾ അതെല്ലാം ഒരേ മനസ്സോടെ എടുക്കുകയും അതേ അംഗീകാരത്തോടെ എല്ലാവരും ഒറ്റ മനസ്സോടെ ഉറച്ച ചൂടോടുകൂടെ മുന്നോട്ട് പോയതിൻ്റെ വിജയമാണ് ഇതൊക്കെ. ഞങ്ങൾ രോഗികളെ കാണാൻ ചെന്നപ്പോഴാണ് എനിക്ക് കൂടുതൽ ഒരു അനുഭവം ഉണ്ടായത്. അതായത് നമ്മൾക്ക് ചെന്ന് കാണുമ്പോൾ അവരുള്ള കണ്ണീരും അവരുടെ ഒരു എന്താ പറയുക ഒരു വേദന അപ്പോഴാണ് എനിക്കെന്നെ തോന്നിയത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യമുള്ളപ്പോൾ ഞാൻ ആരെയെങ്കിലും സഹായിച്ചില്ലെങ്കിൽ പിന്നീട് ഞാനൊരു വീഴ്ച എനിക്ക് സംഭവിക്കുമ്പോൾ അതാരും സഹായിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നല്ലപ്പോൾ മറ്റുള്ളവരെ സഹായിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ എൻ്റെ അവശതയിൽ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് പറയുന്നതിൽ യാതൊരു കഴമ്പുമില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങുന്നു. അതുപോലെ തന്നെ ഇതിനോടൊപ്പം നിൽക്കുന്ന എല്ലാ മെമ്പർമാരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അവരും എന്നെപ്പോലെ തന്നെ എന്ത് ഉത്തരവാദിത്തം ഏറ്റെടുത്താലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് തരണം ചെയ്ത് നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. വേറെ ഒന്നുമല്ല, എൻ്റെ ഒരു ബലം മാത്രമല്ല ഇതിലിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു സ്ഥാനം മാത്രമേ. പക്ഷേ എന്നെ കൂടി പ്രവർത്തിക്കുന്ന ആൾക്കാർ അത്രയ്ക്കും കൂടുതൽ അതുമേലെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം നമുക്ക് ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ ആ ഓരോരുത്തരും ചെയ്യണ കാര്യങ്ങൾ അത്രയ്ക്കും അവർ മനസ്സറിഞ്ഞ് ചെയ്യണ കാര്യങ്ങളാണ്. അവർക്ക് ഇതുപോലെ എന്ന് വെച്ചാൽ സജി ചെയ്യണ കാര്യം ഞാനല്ല ഇപ്പോൾ നമ്മളൊരു കൂട്ടായ്മ.
അത് ഓരോ മരപ്പണിക്കാരും അവർ തുച്ഛമായ വരുമാനം അതിൽ നിന്ന് മാസത്തിലൊരു 200 വെച്ചിട്ട് കൂട്ടി വെച്ച് എല്ലാ മാസവും കൊണ്ടുവന്ന് തന്ന് അതിൽ നിന്ന് നമ്മൾ ആരെങ്കിലുമൊക്കെ കൊടുക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കൂട്ടായ്മ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നല്ല രീതിയിൽ ഇപ്പോൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റണം. കുറച്ച് കാര്യങ്ങളാണെങ്കിലും വലിയ എമൗണ്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അവരൊന്ന് താങ്ങായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്. അതാണ് നമ്മുടെ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ബലം. എനിക്ക് തോന്നുന്നു പരിശുദ്ധാത്മാവ് വന്നിറങ്ങി നിൽക്കണ പോലെയാണ് തോന്നുന്നത്. ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ നിർദ്ധരായ രോഗികളെ കണ്ട് അവരെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കൂട്ടായ്മ ചെന്ന് കണ്ട് അവർക്ക് എന്താ ആവശ്യമുള്ള രീതികൾ കാണും. അപ്പോൾ അവർക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു കമ്മിറ്റി ഉണ്ട്, അവർ കൂടി ചേർന്ന് ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് പറയും. ആ രീതിയിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, നമുക്ക് എത്ര കയ്യിലുണ്ട് അതുകൊണ്ടേ കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. കൂട്ടായ്മയുടെ കരുത്ത് സുവിശേഷാത്മകമായി അപരനുമായി പങ്കുവയ്ക്കുന്നതിൻ്റെ നേർചിത്രങ്ങൾ. ഒത്തുചേർന്ന് പ്രാർത്ഥിച്ച് തീരുമാനങ്ങളെടുത്ത് ഇവർ യാത്രയാകുന്നു. ഭവനങ്ങൾ തേടി, കണ്ണീരണിഞ്ഞ ജീവിതങ്ങളെ തേടി. സാധാരണക്കാരായ ഈ തൊഴിലാളികളുടെ പ്രേക്ഷിത യാത്ര ഈ നാട്ടിൽ വലിയ സുവിശേഷ സാക്ഷ്യമാകുന്നു. ഞങ്ങളുടെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ചെല്ലാനം എന്നൊരു സ്ഥലത്തേക്ക് ഞായറാഴ്ച ദിവസം ചെല്ലുകയുണ്ടായി. അവിടെ ചെന്ന് കണ്ടപ്പോൾ നമുക്ക് വളരെ ദയനീയമായി തോന്നി. കാര്യം ഒരു തൊട്ട് അരി പോലും ആ ഭവനത്തിലില്ലായിരുന്നു. ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞ ശേഷം ഞങ്ങളവിടെ ചെന്നു. ഞങ്ങളവിടെ കാണാൻ കഴിഞ്ഞത് കടൽക്ഷോഭം കൊണ്ടും കൊറോണ കൊണ്ടും ബുദ്ധിമുട്ടുന്ന ആ ഒരു കുടുംബത്തെ ഒരു അവസരത്തിലും വെള്ളം കയറി കഴിഞ്ഞാൽ അയാളെ എടുത്തുകൊണ്ട് പോകാനായിട്ട് ഈ അമ്മച്ചിക്കോ മറ്റുള്ള 2 മക്കൾക്കോ സാധിക്കുന്നില്ല. ഞങ്ങൾ ചെല്ലുമ്പോൾ കാണുന്ന അവസ്ഥ ഒരു കട്ടിലിൽ പുള്ളി വളരെ ദയനീയമായിട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിലെ ആഴ്ചകളിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ കൂലി കിട്ടി വീട്ടിൽ വന്നു കഴിയുമ്പോൾ പരസ്പരം അങ്ങോട്ട് വിളിക്കാറുണ്ട്. വിളിച്ചു കഴിയുമ്പോൾ അവർ എന്തെങ്കിലും കാര്യം വേണ്ടി പറയും. അപ്പോൾ ഞങ്ങളെ പ്രസിഡന്റ് ഡെന്നീസ് ചേട്ടൻ പറഞ്ഞു, ചെല്ലാനത്തൊരു രോഗി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. കാര്യം അവർക്ക് ഭക്ഷണം പോലും ഇല്ല, മരുന്നില്ല. ആ ഒരു അവസ്ഥയിൽ ഞങ്ങളവിടെ കയറി ചെല്ലാടേണ്ടായി. അപ്പോൾ കണ്ട അവസ്ഥ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. കാര്യം അവർക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥന എടുക്കും, കുർബാന മധ്യേ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരവസ്ഥയിൽ ഞങ്ങൾ പേഴ്സണലായിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് ഫണ്ട് ശേഖരിച്ചുകൊണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ അവരെ പോയി സന്ദർശിക്കും. നമ്മൾ അവരെ കൊണ്ട് കൊടുക്കുമ്പോൾ അവരുടെ ആ സന്തോഷം നമുക്കൊരിക്കലും അത് മനസ്സിൽ നിന്ന് മാറാത്തൊരു കാഴ്ചയാണ്. കാര്യം മറ്റുള്ളവരെ സഹായിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ദൈവം അനുഗ്രഹങ്ങൾ തരുന്നത്. അത് വിശ്വസിക്കുന്ന ഞങ്ങളുടെ ഗ്രൂപ്പിലെല്ലാവരും ഒറ്റ മനസ്സോടെ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ശനിയാഴ്ച ദിവസങ്ങളിൽ കളക്ട് ചെയ്യുന്ന പൈസ ഞായറാഴ്ച ദിവസം കൊണ്ടേ കൊടുത്ത് പിന്നെ ഇടയ്ക്ക് അവർ വിളിച്ചു ചോദിക്കും മരുന്നിന് വല്ല ആവശ്യമുണ്ടോ. അപ്പോൾ മരുന്നിന് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ച് പറയും. ഞങ്ങൾ ആ മരുന്ന് കൊണ്ട് ദിവസങ്ങളിൽ കൊണ്ട് എത്തിക്കാറുണ്ട്. ഈ ഒരു കാരുണ്യപ്രവർത്തിയിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ കൃപ ഒരുപാട് ലഭിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിനെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഇനിയുള്ള നാളുകളിൽ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളൊരു മനോഭാവം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഇങ്ങനെ സാമ്പത്തികം കൊടുക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഏതെങ്കിലും ഒരു അനുഭവം പറഞ്ഞു? നേരത്തെ അമ്മച്ചിയുടെ കാര്യം പറഞ്ഞു, അതുപോലെ വേറെ ഏതെങ്കിലും സംഭവങ്ങൾ ഓർമ്മയുണ്ടോ? സന്തോഷം എന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ മുമ്പിൽ ഭയങ്കര സന്തോഷമോ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേ ഓരോ അടുപ്പിച്ചൊരു കാര്യം. ഇപ്പോൾ ഈ ഒരു മരിച്ചുപോയി ഒരു ക്യാൻസർ പേഷ്യൻ്റ്, അത് ഭയങ്കര സങ്കടമാണ് നമുക്ക്. നമ്മൾ ഇത്രയും ചെയ്തതിലൊരു പേഷ്യൻ്റ് മാത്രമേ ഒരു ക്യാൻസറുള്ള പേഷ്യൻ്റായിരുന്നു, പ്രിൻസ് എന്ന് പറയണത്. അത് ഭയങ്കര നല്ല രീതിയിൽ സഹായിച്ചു. പക്ഷേ പുള്ളിക്കാരൻ ഇപ്പം ലോകത്തില്ല, സ്വർഗത്തിലാണ് ഇപ്പോൾ പ്രിൻസ്. എന്താ വന്നാലും അത് ദൈവം നല്ല രീതിയിൽ ആ കുടുംബത്തിന് നടത്തട്ടെ എന്ന് വിചാരിക്കും. ഈ വ്യക്തികൾക്ക് സാമ്പത്തികം കൊടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നിങ്ങൾക്കൊരു ഹൃദയം കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലേ? അവരോടൊരു ഹൃദയം. ഇദ്ദേഹത്തിന് ഷെയറിങ് കേട്ടപ്പോൾ എനിക്ക് തോന്നി അങ്ങനെയാണ്. പൈസ എന്നതിനേക്കാൾ ഉപരി നമ്മുടെ സാന്നിധ്യത്തെക്കാളുപരി നമുക്ക് അവരെ ഹൃദയത്തിലെടുക്കുവാനും ഹൃദയത്തിൽ സ്വീകരിക്കാനും സാധിക്കുന്നു. തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ പ്രത്യേകമായൊരു കൃപയാണ്. അതെ, ദൈവത്തിൻ്റെ കൃപ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു കാര്യത്തിൽ. വെച്ചാൽ ആ ഒരു കൂട്ടായ്മ നിൽക്കാന്ന് വെച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാന്നുള്ള കാര്യങ്ങളല്ല. ഇതെല്ലാവർക്കും ഒരുപോലെ കൂട്ടായി നിൽക്കണം.
അപ്പോൾ അതിന് അവർക്ക് എന്ന് വെച്ചാൽ പല ആൾക്കാർക്കും ഒന്നുമില്ല. എന്നിട്ട് മരപ്പണിക്കാരാണ് എന്നെ കൂടി നിൽക്കുന്ന ആൾക്കാർ, അല്ലാണ്ട് വലിയ കെട്ട ആൾക്കാരൊന്നും അല്ല. മരപ്പണിക്കാർക്ക് അവരുടെ ആ ഡെയിലി ചിലപ്പോൾ പണിയില്ലാണ്ട് എന്തോരം പണിക്കാരാണ് നിൽക്കണമെന്ന് അറിയാമോ. ഈ കൊറോണ സമയത്ത് പോലും ഞങ്ങൾ തുടങ്ങിയത് തന്നെ കൊറോണ സമയത്താണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം ശുശ്രൂഷ തുടങ്ങിയത്. പക്ഷേ അന്ന് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ പോയപ്പോഴേ ചെല്ലാനത്തൊരു വീട്ടിൽ ഞങ്ങൾ ചെന്നിട്ടുണ്ടായി. അപ്പോൾ ആ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ വീട് കണ്ടാൽ തന്നെ നമ്മൾ പേടിച്ചു. ആ ഒരു അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അവരെ ഞങ്ങൾ വെച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണമോ മരുന്നോ എന്തെങ്കിലും വാങ്ങിച്ചു തരാൻ പറ്റുമോ. ഞങ്ങൾക്ക് വലുതായിട്ടൊന്നും ചെയ്യാനുള്ള കഴിവില്ല, എന്തെങ്കിലും ചെയ്യാം. അപ്പം ഞങ്ങൾ അവരെ വീട്ടിൽ അങ്ങനെ വിളിച്ചു ചോദിച്ചിട്ട് പോയതാണ്. വീട്ടിലെല്ലാവരും വിളിച്ചെന്ന് വീട് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു എന്ന് വെച്ചാൽ അവർ ജീവിക്കേണ്ട അതിൽ അത് തന്നെയായിട്ട് നമുക്ക് അവരുടെ ആ ദുഃഖത്തിൽ ചെറിയൊരു താങ്ങായി നിൽക്കാം. വീടിന്റെ പ്രത്യേകത എന്തായിരുന്നു? വീട് 3 മുറിയുള്ളൂ, എല്ലാം കടലിൻ്റെ തീരത്താണ്. അത് കീഴാതിരുന്ന് ഇപ്പുറത്ത് രണ്ടായിട്ട് വിട്ട് നിൽക്കുന്ന വീട്, എപ്പോഴും വേണമെങ്കിലും വീഴാം. അവർക്ക് സഹായങ്ങൾ പുറത്തുനിന്നൊന്നും വന്നിട്ടില്ല. ഭയങ്കര ഒരു അവസ്ഥയിലുള്ള ചെല്ലാനത്തൊരു വീടായിരുന്നു. അപ്പോൾ അവരുടെ പൊതുവെ ആൾക്കാർ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി, എന്നാലും ഒന്നും ഇപ്പോഴും വന്നിട്ടില്ല കാര്യങ്ങൾ. അങ്ങനെ അവർക്ക് ഇടയ്ക്കൊക്കെ നമ്മൾ മരുന്ന് വാങ്ങിച്ചു കൊണ്ടേ കൊടുക്കും. അതുപോലെ നമുക്ക് കുറച്ച് പ്രസിഡൻറ്റ് സെക്രട്ടറിമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഇതിനു വേണ്ടി നല്ലോണം പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇത്തിരി സമയം കുറവാണെങ്കിലും അവർ അതിനേക്കാളും കൂടുതൽ സമയം കണ്ടെത്തി ചെയ്യാറുണ്ട്. അത് തന്നെ നമുക്കിപ്പോൾ ഏറ്റവും വലിയ. നിങ്ങൾ ആളുകളെ വിസിറ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെ അല്ലേ? അതെ, ഇടയ്ക്കൊക്കെ എല്ലായിടത്തും പോകും. ഓരോ കാര്യങ്ങൾ ഇതുപോലെ നമുക്ക് ഇത് വേണ്ട ഓരോ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരേ ഏരിയ തിരിച്ച് നമ്മളെല്ലായിടത്തും പോകാറുണ്ട് ഓരോ കാര്യങ്ങൾ നോക്കാം. ഈ ഗ്രൂപ്പ് തന്നെ പലതായിട്ട് ഞങ്ങളെല്ലാ മാസം ഒന്നാം ഫസ്റ്റ് ഞായറാഴ്ച ഒരു മീറ്റിംഗ് ആക്കും. ഓരോരുത്തരുടെ കുടുംബത്തിലും വെക്കും ഞങ്ങൾ. അപ്പോൾ ഓരോ ദിവസം ഓരോ കാര്യമെല്ലാം അങ്ങോട്ട് പോകണം. അതുപോലെ തന്നെ നമുക്ക് കുറേ അപേക്ഷകൾ വരും. അപേക്ഷകൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്ത് കൊടുക്കാനേ നമ്മൾ നോക്കുകയുള്ളൂ. പല രീതിയിലും ഡയാലിസിസ് ഉണ്ട്, ക്യാൻസർ പേഷ്യൻസ് വരും. നമ്മളിതിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മൾ അറിയാം. ഓരോരോ മനുഷ്യൻ്റെ വിഷമങ്ങളും ദുഃഖങ്ങളും നമ്മൾ അറിയണത് നമ്മൾ അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങണം. ശരിക്കും നമ്മൾ ഇറങ്ങി അവരുടെ ദുഃഖങ്ങളിലേക്ക് ഇറങ്ങിയാലും നമ്മൾ മനുഷ്യരാണെന്നറിയുള്ളൂ, അത്രയേ ഉള്ളൂ. ശരിക്കും നിങ്ങൾക്കിപ്പോൾ ഈ സാമ്പത്തിക സഹായത്തെക്കാൾ ഉപരിയായി എങ്ങനെയാണ് മറ്റുള്ളവരെ ആ സമരിയാക്കാരൻ കണ്ടതുപോലെ കാണാൻ പറ്റുന്നത്? അതെ, ആ ഒരു ആറ്റിറ്റ്യൂഡ് മിക്കവാറും ആൾക്കാർക്കുണ്ടല്ലേ? എനിക്ക് മനസ്സിലായത്. എല്ലാവരും വേറെ ഒന്നുമല്ല, നമ്മൾ അപ്പനമ്മയെ സ്നേഹിക്കുക, അത് തന്നെ ഏറ്റവും വലിയ. അപ്പനമ്മയെ സ്നേഹിച്ചാൽ കുറേയൊക്കെ നമുക്ക് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ അറിയാൻ പറ്റും. മാതാപിതാക്കളൊക്കെ പിന്നോട്ട് കളയാണ്ടിരിക്കുക എൻ്റെ ഒരു ഏറ്റവും വലിയ കാര്യം. അവർക്ക് നമുക്ക് ചെയ്യാവുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ ചെയ്ത് കൊടുക്കുക. ഒരിടത്തും കൊണ്ടേ ആശ്രമത്തിൽ കൊണ്ടേ അല്ലെങ്കിൽ വൃദ്ധസനത്തിൽ കൊണ്ടേ തള്ളാണ്ടിരിക്കുക. ഇതൊക്കെയുണ്ട്. അവരെ സ്നേഹിക്കുക, ജീവിത അവസാനം വരെ സ്നേഹിക്കുക. അത് ദൈവത്തിന് നിങ്ങളുടെ മക്കൾക്ക് വരെ കിട്ടുമെന്ന് എനിക്ക് പറയുന്നത്. അതങ്ങനെ ആൾക്കാരോട് പറഞ്ഞ് അങ്ങനെ ബോധ്യപ്പെടുത്താം. അതെ. അല്ല, അവരെ സ്നേഹമേ ഉള്ളൂ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുക. അപ്പം എനിക്ക് എൻ്റെ അപ്പനമ്മയും പോയതിൻ്റെ വിഷമം ഇപ്പോഴും മാറിയിട്ടില്ല. ഭയങ്കര ഒരു പിന്നെ അവർ സ്വർഗത്തിലായതുകൊണ്ട് സന്തോഷിക്കാം. അതെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവർ. ഭയങ്കര വിഷമം വരുന്നു. എന്നാലും തമ്പുരാൻ ഇങ്ങനെ പെട്ടെന്ന് ഒരു മാറ്റം എന്തെങ്കിലും വരുത്തിയെന്ന് വെച്ചാൽ ഇതൊരു കൂട്ടായ്മ വന്നപ്പോൾ അതെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എന്നാലും അത് ഈശോയുടെ ഭയങ്കര ഇടപെടലാണ് നമ്മൾ നടത്തിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് ഇതിലേക്ക് അങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചിന്ത അങ്ങോട്ട് മാറി, ആ ഒരു ദൈവം അങ്ങോട്ട് പുറകെ തള്ളിക്കൊണ്ട് നടക്കുന്ന പോലെ രീതിയിലായി. അതായിരിക്കും അങ്ങനെ ആ സമയത്ത് അങ്ങനെ ദൈവം കൊണ്ടു നടക്കുക. തൊഴിലിൻ്റെ മഹാത്മ്യവും തൊഴിലാളികളുടെ ഈ കൂട്ടായ്മയിൽ കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിച്ചു. അതിലൂടെ ഈ കിട്ടുന്ന തുച്ഛമായിട്ടുള്ള ഞങ്ങളുടെ ഈ ഒരു സഹായം അതെത്തുമ്പോൾ എനിക്ക് തോന്നുന്നു കിളികളുടെ സ്വരവും ഇലകളുടെ കൂട്ടി ഒരയുമ്പോഴുള്ള സ്വരവും പോലും ശ്രദ്ധിച്ച് ഏകാന്തതയിലും ദുഃഖത്തിലും ആയി രോഗത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്ന അനേകം മക്കൾക്ക് ആശ്വാസമായിട്ട് കരങ്ങളായിട്ട് ഞങ്ങൾ മാറിയത് ഞങ്ങൾ ഓർക്കുകയാണ്. ഈശോ ക്രൂശിതനായിട്ട് വേദനിച്ച് നിൽക്കുന്നത് പോലെ പലരിലും അനുഭവപ്പെട്ട് തോന്നിയിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് സഹായിച്ചു കഴിഞ്ഞിട്ട് ഇവർ വീണ്ടും വിളിക്കാറുണ്ട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിട്ടൊക്കെ. അത് എന്നെ വളരെയധികം സ്പർശിച്ചിട്ടുണ്ട്. എന്നാൽ പശ്ചിമ കൊച്ചിയിലെ തന്നെ എല്ലാ മേഖലയിലും ഉള്ള എല്ലാ സ്ഥലത്തുമുള്ള മരപ്പണിക്കാർ ഈ കൂട്ടായ്മയിലുണ്ട്. അവരുടെ പിൻബലം അതുകൊണ്ട് ഇനിയും ഉണ്ടാകണമെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഞാനിങ്ങനെ ഓർക്കുകയാണ്, സത്രത്തിൽ നല്ല സമരിയക്കാരൻ്റെ ഉപമയിൽ ആ സത്രത്തിൽ കൊണ്ടുവന്ന് ഈ അടിയേറ്റ മകനെ ആക്കി കഴിഞ്ഞിട്ട് അവന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും സത്രത്തിൽ ചെയ്തതിന് ശേഷം
സത്രം സൂക്ഷിപ്പുകാരനോട് നല്ല സമരിയക്കാരൻ പറയുന്നുണ്ട്, കൂടുതലായിട്ട് എന്തെങ്കിലും ചിലവായി കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന് വീട്ടിൽ കൊള്ളാമെന്ന്. പേര് വെട്ടി ഹോസ്പിറ്റലിൽ നിന്ന് പോരുവാനായിട്ട് പൈസ ഇല്ലാതെ നിൽക്കുന്ന കഴിഞ്ഞ മാസം തന്നെ നമ്മൾ ചെയ്തൊരു ഉപകാരമാണ്. പ്രസവം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോരാനായിട്ട് പൈസയില്ല. അവരുടെ കയ്യിൽ ഒരു 4000 രൂപ 3000 രൂപ 3500 രൂപ അത്യാവശ്യമാണ് പേര് വെട്ടണമെങ്കിൽ. നമ്മുടെ കാരുണ്യത്തിൻ്റെ കൈത്താങ്ങായ കൂട്ടുകാർ ഒരുമിച്ച് പെട്ടെന്ന് അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാനും അത് പേര് വെട്ടി അവർ പോരാനും സാധിച്ചതിലല്ല ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ ആ കുഞ്ഞിൻ്റെ ബൗത്തീസ് പോലും നമ്മളെ വിളിച്ചു, നമ്മുടെ ഗ്രൂപ്പിനെ വിളിച്ചു. അതായത് നമ്മൾ ഒരിക്കലും വേദനിക്കുന്നവരോട് കൂടെ നിൽക്കാനായിട്ട് ഈ ഗ്രൂപ്പിന് വളരെയധികം സാധിക്കുന്നുണ്ട്. ഈ ചെറിയവരിൽ ഒരുവർ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞ ആ ഈശോയുടെ വചനത്തിന് ചെവി ചായ്ച്ചുകൊണ്ട് നമ്മളിൽ ഇല്ലായ്മ ഇപ്പോൾ ഉള്ളത് ഉറ ഉണ്ടായിട്ടല്ല, ഇല്ലായ്മയിൽ നിന്ന് ചെയ്യുന്ന എല്ലാവരുടെയും കൂട്ടായ്മയാണ് നമ്മുടെ വലിയ ബലം. എന്തായാലും ഔസേപ്പിതാവിൻ്റെ ജോലി ചെയ്യുന്ന മരപ്പണിക്കാരിൽ തച്ചൻ്റെ മകനല്ലേ ഇവനെന്ന് ഈശോയെക്കുറിച്ച് പറഞ്ഞതുപോലെ ഒരു നിസ്സാരരായിട്ടുള്ളവരാണ് ഞങ്ങളെല്ലാവരും. എന്നാലും നമ്മളാൽ കഴിയുന്ന നന്മ ചെയ്യാനും അതുപോലെ തന്നെ വേദനിക്കുന്നവരെ നമ്മളോട് വരുന്നത് നമ്മളവരോട് കൂടെ നിൽക്കുന്നത് കൊണ്ടാണ്. അനേകരും ഉണ്ടായിരിക്കാം, പക്ഷേ ആശ്വാസത്തിന് കൂടെ നിൽക്കാനായിട്ടുള്ള ഒരു നല്ല സുഹൃത്ത് ബന്ധത്തിലേക്ക്, സഹോദര ബന്ധത്തിലേക്ക് വളരാനായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഓരോ മക്കൾക്കും സാധിക്കുന്നു. അതാണ് ഞങ്ങളുടെ വിജയം. സജിയുടെ ഈ അനുഭവം പങ്കുവച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതേ, സഭയിലെ ഏറ്റവും ശക്തമായ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നൊരു ആത്മീയ സംഘടന വിൻസെൻ്റ് പോൾ സൊസൈറ്റിയാണ്. ഇന്ന് സഭയിൽ ഇത്രയും പേര് പ്രവർത്തിക്കുന്നൊരു സംഗതിയില്ല. ഞാനൊരു 42 വർഷമായിട്ടുള്ള അംഗമാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, അന്ന് ഫെഡറിക് ഓസാനാം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കർത്താവിട്ടൊരു കനലാണ് ഇന്ന് ആഗോള സഭയെ മുഴുവൻ ചലിപ്പിക്കുന്ന സഭയിലെ ഏറ്റവും വലിയ ആതുര ശുശ്രൂഷ സംഘടനയായിട്ട് ഇത് മാറിയത്. ഇതിൻ്റെ ചില ഓഫീസുകളിലെ ലോകത്തെമ്പാടും നിന്ന് ഏത് രോഗി ആശുപത്രി കിടപ്പുണ്ടെങ്കിലും ഇപ്പോൾ സ്പെയിനിലൊക്കെയുള്ള ചില കോൺഫറൻസുകളിലേക്ക് വിളിച്ചാൽ മതി, എന്തെങ്കിലും എത്തിയിരിക്കും അവിടെ. അത്തരത്തിൽ അവർ റിച്ചായി. അപ്പോൾ ചിലപ്പോൾ വലിയ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് അങ്ങനെയാണ്. ചെറുതായിട്ടൊരു നടക്കും. അതായത് കർത്താവ് പറഞ്ഞിട്ടില്ലേ, ദൈവരാജ്യം 3 ഇടങ്ങഴി മാവിനകത്ത് ഒളിപ്പിച്ച് വെച്ച പുളിമാവിന് സദൃശം. ആ മാവ് അതിനകത്ത് നിന്ന് ഈ മാവിനെ മുഴുവൻ പുളിപ്പിച്ച് കഴിഞ്ഞാൽ പുളിമാവ് എവിടെയാണെന്ന് ആർക്കും അറിയാനൊക്കത്തില്ല, പക്ഷെ മാവിന് ടേസ്റ്റുണ്ട്. ഇതുപോലെയാണ് കർത്താവ് ചില പ്രവൃത്തികൾ ആരംഭിക്കുന്നത്. ഇപ്പോൾ സജിയിൽ ഈ ആരംഭിച്ച ഈ പ്രവൃത്തികളെക്കുറിച്ച് ഇപ്പോൾ തന്നെ കുറേ പേരൊക്കെ ആയിട്ടില്ലേ, അപ്പോൾ അതിനകത്ത് ഓരോരുത്തരും കൂട്ടിച്ചേർത്ത കാര്യങ്ങളും എങ്ങനെയാണ് ഇതിങ്ങനെ വളർന്നതെന്നും ഒന്ന് ഷാലോം പ്രേക്ഷകർക്ക് വേണ്ടി പറയാമോ? ബ്രദർ പറഞ്ഞ പോലെ ഇത് ഒരു പുളിമാവിൻ്റെ കഥ പറഞ്ഞല്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അപ്പോൾ ഇത് നല്ലൊരു രീതിയിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും ഒരു കൂട്ടായ്മയായിട്ടത് മാറി. അതായത് എവിടം വരെ എത്തിയിട്ടുണ്ട്, എത്ര വരെ ആയിപ്പോൾ ദൈവം വിളിച്ച് എല്ലാവരെയും ചേർത്ത് വലിയൊരു മരമായെന്ന് പറയാം. ശരിക്കും പന്തലിച്ച് അപ്പോൾ നമ്മൾക്ക് ഒരേ പഴയ പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാനും അവരെ ചെയ്യാനും എന്നെ കൂടി ഒരുപാട് ആൾക്കാരാണ് വരുന്നത്. അതിന് എന്നെക്കാളും കൂടുതൽ ഇപ്പോൾ ആൾക്കാർ മറ്റുള്ളവർ ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. എത്ര പേരുണ്ട്? ഏകദേശം ഒരു 170 മെമ്പർമാരുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. അതും ഏകദേശം 90% ആൾക്കാർ മരപ്പണിക്കാരാണ്. അവർക്കിപ്പോൾ കുടുംബത്തിൽ നിന്നൊക്കെ ആണെങ്കിലും പോരുന്നതിന് ബുദ്ധിമുട്ടില്ലാത്ത വണ്ണം അവിടുത്തെ റിസ്ക് എടുക്കാൻ മാത്രം വളർന്നുള്ളൂ പലരൊക്കെ അല്ലേ, പലരും. അതെ അവർ എന്തിനും എന്നോടൊപ്പം നിൽക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. എന്ത് പറഞ്ഞാലും അതിന് ആശയങ്ങളുണ്ട്, പറയാനുള്ള കാര്യങ്ങളുണ്ട്, പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ട്. അത് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇങ്ങനെ സജിയിൽ ആരംഭിച്ച ഈ പുളിമാവ് ഇന്നിപ്പോൾ കൊച്ചി പ്രദേശം മുഴുവൻ പുളിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിനെയും വളരെയധികം വിശാലമായിട്ട് വളർന്നു വരട്ടെ. അനേകർക്ക് ഇതൊരു അനുഗ്രഹമായി തീരട്ടെ. ഞങ്ങളോടൊത്ത് ഇത്രയും സമയം ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അനേകർക്ക് ആശ്രയമാകുന്ന തണൽ മരങ്ങൾ ഇങ്ങനെയാണ്. നൊമ്പരപ്പെടുന്നവരുടെ പക്ഷം ചേർന്ന് അവർക്കായി നിലകൊള്ളുന്ന ഒരു കൂട്ടായ്മയുടെ സ്നേഹചിത്രങ്ങൾ. കാരുണ്യപ്രവൃത്തികൾക്കായി സമയവും പണവും പങ്കുവയ്ക്കുന്ന ഒരു പറ്റം തൊഴിലാളികളുടെ ജീവിത ചിത്രങ്ങൾ.